Hi all, welcome to Competitive Cracker. ഞാൻ അഞ്ജിത. അപ്പോൾ നമ്മുടെ കേറ്ററ്റ് എക്സാം ഒരെണ്ണം ഇപ്പോൾ കംപ്ലീറ്റ് ആയതേ ഉള്ളൂ അല്ലേ? ആൻഡ് ഒരുപാട് കുട്ടികൾ നമ്മളെ വിളിച്ച് അവരുടെ സന്തോഷം പങ്കുവച്ചിരുന്നു. അവരെന്തായാലും തീർച്ചയായിട്ടും പാസ്സാകും എന്നുള്ള രീതിയിലാണ് നമ്മൾ സംസാരിച്ചത്. എന്തായാലും അത്തരത്തിലുള്ള കോൾസ് ഒക്കെ റിസീവ് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ചില കുട്ടികൾക്ക് എന്താണ് ചെറിയ ചെറിയ മാർക്സിന് ചിലപ്പോൾ എന്താണ് ഈ കേറ്ററ്റ് അച്ചീവ് ചെയ്യാൻ പറ്റാതെ പോയിട്ടുണ്ടാവാം. അതേപോലെ തന്നെ ഫസ്റ്റ് ടൈം കേറ്ററ്റ് എക്സാം അറ്റൻഡ് ചെയ്യുന്നവരും ഈ വീഡിയോ ഇപ്പോൾ കാണുന്നുണ്ടാവാം. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എങ്ങനെയാണ് ഈ ഒരു എക്സാമിനെ അപ്രോച്ച് ചെയ്യേണ്ടത്, എസ്പെഷ്യലി K3 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇതിനെ അപ്രോച്ച് ചെയ്യേണ്ടത്, ഒരു പെർട്ടിക്കുലർ കുറച്ച് സ്ട്രാറ്റജീസ് നിങ്ങൾ ഫോളോ ചെയ്യാൻ റെഡി ആണ് എന്നുണ്ടെങ്കിൽ ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ ഈ കേറ്ററ്റ് എക്സാം നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് പാസ് ആകാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ എസ്പെഷ്യലി ഡിസ്കസ് ചെയ്യുന്നത് K3 നാച്ചുറൽ സയൻസ് എക്സാമിനെ കുറിച്ചിട്ടാണ്. പക്ഷേ ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന ഈ 5 ടിപ്സും നമ്മൾ പ്രധാനമായും 5 ടിപ്സ് ആണ് നോക്കുന്നത്. അതെല്ലാം തന്നെ ഏതൊരു K3 എക്സാമിനും നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ടിപ്സ് തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് അടുത്ത കേറ്ററ്റ് എക്സാമിന് ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ തന്നെയായിരിക്കും. അത് കംപ്ലീറ്റ് ഇത് കാണാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു എക്സാമിനെ അപ്രോച്ച് ചെയ്യുന്നതിന് മുന്നേ ആദ്യം നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവേണ്ടത് K3 എക്സാമിന്റെ സിലബസ് ആണ്. സിലബസ് തീർച്ചയായും ആദ്യത്തെ യൂണിറ്റ് തൊട്ട് അവസാനം വരെ എന്തൊക്കെയാണ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏതൊക്കെ ടോപ്പിക്സ് ആണ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ടും കവർ ചെയ്യാനുള്ളത് എന്നൊരു ധാരണ നിങ്ങൾക്ക് ഉണ്ടാവണം. ആൻഡ് ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഈ പറയുന്ന യൂണിറ്റ്സിലൂടെ നിങ്ങൾ കണ്ണോടിച്ച് പോകുന്നതിനോടൊപ്പം തന്നെ എന്താണ് ഈ ടോപ്പിക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള SCERT ചാപ്റ്റേഴ്സും നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. അപ്പൊ അടുത്ത നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, 8ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള SCERT ടെക്സ്റ്റ് ബുക്കുകൾ നിങ്ങൾ തീർച്ചയായിട്ടും വായിച്ചിരിക്കണം. വായിക്കുക മാത്രമല്ല, ഓരോ പ്രാവശ്യം വായിക്കുമ്പോൾ നിങ്ങൾ എത്ര വട്ടം വായിക്കുന്നു അത്രയും വട്ടം നിങ്ങൾക്ക് പുതിയ പുതിയ പോയിന്റ്സ് നിങ്ങളിലേക്ക് എത്തുക ചെയ്യുക. അപ്പോൾ എത്ര വട്ടം വായിക്കുന്നു അത്രയും വട്ടം നിങ്ങൾ എന്താണ് പുതിയ കാര്യങ്ങൾ ഡിസ്കവർ ചെയ്യും. നിങ്ങൾ കണ്ടുപിടിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ കാണുന്ന ഓരോ പോയിന്റുകളും വിലപ്പെട്ടതാണ്. എവിടെ നിന്ന് വേണമെങ്കിലും ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ വായിക്കുന്ന പോയിന്റ്സ് എല്ലാം കൃത്യമായി എഴുതി ഒരു നോട്ട് പോലെ സൂക്ഷിക്കുക. അപ്പൊ ആദ്യം എന്താ നമ്മൾ പറഞ്ഞത്, സിലബസ് നിങ്ങൾ പ്രിന്റ് ഔട്ട് എടുക്കുക, നിങ്ങളുടെ റൂമിൽ എവിടെയെങ്കിലും നല്ല രീതിയിൽ ഒട്ടിച്ച് വെക്കുക. നിങ്ങൾ ഓരോ യൂണിറ്റ്സും കംപ്ലീറ്റ് ചെയ്യുന്ന അനുസരിച്ച് ടിക്ക് ഇട്ട് പോവുക. അതാണ് ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. രണ്ടാമത് എന്താ നമ്മൾ പറഞ്ഞത്, 8ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള SCERT ടെക്സ്റ്റ് ബുക്കുകളിലെ എല്ലാ ചാപ്റ്റേഴ്സും കൃത്യമായി വായിച്ച് പഠിക്കണം. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു ടിപ്പാണ് നിങ്ങൾ രണ്ടാമത് ഫോളോ ചെയ്യേണ്ടത്. ഇനി നിങ്ങൾ വായിക്കുന്ന, ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾ വായിക്കുന്ന ഓരോ പോയിന്റും നിങ്ങൾ സ്വന്തമായി നിങ്ങളുടെ സ്വന്തം ഹാൻഡ് റൈറ്റിംഗിൽ ഒരു നോട്ടാക്കി സൂക്ഷിക്കുക. അത് പ്രിന്റ് ഔട്ട് ഫോമിൽ നിങ്ങൾ വായിക്കുന്നതിലും ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ എന്താണ്, നിങ്ങളുടെ സ്വന്തം ഹാൻഡ് റൈറ്റിംഗിൽ എഴുതി സൂക്ഷിക്കുന്നതായിരിക്കും. അതും റെഡ് ഇങ്ക്, ഗ്രീൻ ഇങ്ക്, അതേപോലെ തന്നെ പല ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പെൻസ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് നിങ്ങൾ ഈ നോട്ട്സ് നിങ്ങൾ ഉണ്ടാക്കിയ നോട്ട്സ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി എന്താണ് അതിലെ സംഭവങ്ങൾ ഓർത്തെടുക്കാനായി, ഈവൻ എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ പോലും ഇന്ന ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ അത് ഞാൻ ഇന്ന ബുക്കിൽ ഇന്ന സ്ഥലത്ത് എഴുതിയിട്ടിരുന്നല്ലോ, റെഡ് ഇങ്ക് വെച്ച് നമ്മൾ എഴുതിയിട്ട ഒരു പോയിന്റ് ആണല്ലോ എന്ന് നിങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ ഓർമ്മ വരും. അപ്പൊ അത്തരത്തിലുള്ള സ്ട്രാറ്റജീസ് ഒക്കെ നിങ്ങൾ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ എഴുതുന്ന ഹാൻഡ് റിട്ടൺ നോട്ട്സ് ഇതേപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സോ ചാർട്ട്സോ ഫ്ലോ ചാർട്ട്സോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാനായിട്ടുള്ള ഷോർട്ട് ആയിട്ടുള്ള നോട്ട്സ് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ റൂമിൽ ഒന്ന് സ്റ്റിക്ക് ഓൺ ചെയ്ത് വെക്കുന്നത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. എക്സാം ടൈമിൽ അതൊന്നും കൂടി ഓർത്തെടുക്കാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അതാണ് അപ്പൊ നമ്മുടെ മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. ഇനി അടുത്ത പോയിന്റിലേക്ക് പോവാം. നമ്മൾ K3 നാച്ചുറൽ സയൻസ് എക്സാമിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത് അല്ലെ? അപ്പൊ തീർച്ചയായിട്ടും ആ എക്സാമിന് ആവശ്യമായിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സബ്ജക്ട്സ് ഏതൊക്കെയാണെന്നൊന്ന് മനസ്സിലാക്കിയിരിക്കുക. എല്ലാ ടോപ്പിക്സിനും ഈക്വൽ ഇമ്പോർട്ടൻസ് ഇല്ല എങ്കിൽ കൂടി വളരെ പ്രധാനപ്പെട്ട് നിങ്ങൾ നോക്കിയിട്ടേ പോകാവുള്ളൂ എന്നുള്ള കുറച്ച് ടോപ്പിക്സ് ഉണ്ട്. അത്തരത്തിലുള്ള ടോപ്പിക്സ് ഒന്ന് നമുക്ക് ഡിസ്കസ് ചെയ്ത് പോവാം. ഒന്ന് ഇക്കോളജി ടോപ്പിക്സ് ഇമ്പോർട്ടന്റ് ആണ്. എൻവയൺമെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇക്കോളജി അല്ലെങ്കിൽ എൻവയൺമെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റീസെന്റ് ആയിട്ടുള്ള ഡെവലപ്മെന്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടി നോക്കി പോകുന്നത് നിങ്ങൾക്ക് എന്തായിരിക്കും, യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ എന്താണ് സെൽ ആൻഡ് സെൽ ഡിവിഷൻ. നമ്മുടെ സെൽ എന്ന് പറയുന്ന ആ ടോപ്പിക്കിൽ നിന്നും ധാരാളം ക്വസ്റ്റ്യൻ ചോദിക്കാം അല്ലെ? സെൽ ഡിവിഷനും സെൽ ഓർഗനൽസും അതിന്റെ ഫംഗ്ഷനും ലൊക്കേഷനും എല്ലാ കാര്യങ്ങളും കൃത്യമായി ഓർത്തിരിക്കുക. സെൽ എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്, നമുക്ക് തീർച്ചയായിട്ടും അവിടെ ട്രാൻസ്ക്രിപ്ഷൻ, ട്രാൻസ്ലേഷൻ
കോൺസെൻട്രേഷൻ പോലുള്ള മോളിക്കുലാർ ലെവൽ ഓഫ് കാര്യങ്ങളെല്ലാം നിങ്ങൾ എന്താണ് പഠിച്ചിട്ട് തന്നെ പോകണം. ഓക്കെ, പിന്നെ എന്താണ് ജെനറ്റിക്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് ഈ പറയുന്ന മാത്തമാറ്റിക്കൽ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും വരാം, അതല്ല എന്നുണ്ടെങ്കിൽ എന്താണ് ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസും വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അപ്പൊ ജെനറ്റിക്സ് പല ആളുകൾക്കും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ഭാഗമായതുകൊണ്ട് തന്നെ അത് കൃത്യമായി പഠിക്കാൻ നിങ്ങൾ സമയം മാറ്റി വെക്കുക തന്നെ വേണം. ഓക്കെ, അടുത്ത ഏതാണ്? ക്ലാസിഫിക്കേഷൻ. നമ്മുടെ ആനിമൽസിന്റെയും പ്ലാന്റ്സിന്റെയും ക്ലാസിഫിക്കേഷൻ മാത്രമല്ല, ഓർഗാനിസംസിനെ മൊത്തമായി ക്ലാസിഫൈ ചെയ്തിട്ടുള്ള 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഒക്കെ ഉണ്ടല്ലോ, അത് കൃത്യമായി പഠിച്ചു തന്നെ പോകണം. ഓരോന്നിന്റെയും കീഴിൽ വരുന്ന എക്സാമ്പിൾസും നോക്കി തന്നെ പോകണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത് നോക്കിയേ, ഫിസിയോളജി. അത് കുറച്ച് വലിയൊരു ടോപ്പിക് ആണ് അല്ലെ. നമ്മുടെ ആ ഒരു സിലബസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു ടോപ്പിക് എന്ന് പറയുന്നത് ഫിസിയോളജി തന്നെയാണ്. ഈ ഫിസിയോളജിയിൽ തന്നെ എന്താ പല ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരാം. സർക്കുലേഷനിൽ നിന്ന് വരാം, നെർവസ് സിസ്റ്റം വരാം, എക്സ്ക്രീഷൻ, റീപ്രൊഡക്ഷൻ അല്ലെ, അങ്ങനെ പല ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്, നമ്മുടെ ഹോർമോൺസ് എല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. ഇതിൽ ഈ ഹ്യൂമൻ ഫിസിയോളജിയിൽ തന്നെ ഒന്ന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് എന്ന് നമുക്ക് എടുത്ത് പറയാനില്ല. അത്രയും ഇമ്പോർട്ടന്റ് ആണ് ഹ്യൂമൻ ഫിസിയോളജി. എല്ലാം കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യുക തന്നെ വേണം. ഓക്കെ, പിന്നെ ഏതാണ്? ഡിസീസസ്. ഓരോ ടൈപ്പ് ഓഫ് ഡിസീസസ്, ആ ഡിസീസസ് ഉണ്ടാക്കുന്ന രോഗകാരി ആരാണ്, ആ രോഗം ഉണ്ടാക്കാൻ കാരണമാകുന്ന ആ ഒരു ട്രാൻസ്മിറ്റിംഗ് ഏജന്റ് എന്താണ്, എവിടെ നിന്നാണ് ഈ രോഗത്തിന്റെ ഉത്ഭവം, അതിന്റെ ട്രീറ്റ്മെന്റ് മുതലായ എല്ലാ കാര്യങ്ങളും പഠിച്ചിരിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. ഇനി പ്ലാന്റ്സിന്റെ കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്ലാന്റ്സിന്റെ മോർഫോളജി, അനാട്ടമി, നമ്മുടെ സെല്ലുലാർ ലെവൽ ഓഫ് സ്ട്രക്ചറും ഒപ്പം തന്നെ അവരുടെ ഫിസിയോളജിക്കൽ സ്ട്രക്ചേഴ്സും എല്ലാം പഠിച്ചിരിക്കണം. അടുത്ത ആനിമൽ ഫിസിയോളജി ആണ്. പിന്നീട് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് പറയുമ്പോൾ റീപ്രൊഡക്ഷനും അതിന്റെ ഉള്ളിൽ വരും. റീപ്രൊഡക്റ്റീവ് ഹെൽത്തും ഈക്വലി ഇമ്പോർട്ടന്റ് ആണ്, ക്വസ്റ്റ്യൻസ് വരും. ഓക്കെ, അപ്പൊ ഇത്രയും കോർ ടോപ്പിക്സ് നിങ്ങൾ നോക്കിയിട്ട് തന്നെ എക്സാമിന് പോകണം. ഇതിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്താണ് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ഇനി നമ്മൾ അടുത്തതിലേക്ക് പോവാണ്, PYQ പ്രാക്ടീസ്. ഇതിൽ ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന 5 ടിപ്സ് ഉണ്ട് എങ്കിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ടിപ്പ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ PYQ പ്രാക്ടീസ് തന്നെയാണെന്ന് ഞാൻ പറയും. കാരണം നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ വായിച്ചിട്ട് പോയി, ഫുൾ സബ്ജക്റ്റും നിങ്ങൾ നോക്കിയിട്ടാണ് പോയത് എന്ന് പറഞ്ഞത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. നിങ്ങൾ മുൻ വർഷം ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ മുൻ വർഷം വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആൻസർ ചെയ്യാതെയാണ് എക്സാം അറ്റൻഡ് ചെയ്യുന്നത് എങ്കിൽ അത് നിങ്ങൾക്ക് എന്താണ്, ഒരു ഡീമെറിറ്റ് തന്നെയാണ്. നിങ്ങൾക്ക് തീർച്ചയായും ആ എക്സാം ക്രാക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടേണ്ടതായി വരും. കാരണം എന്താ, നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ വായിച്ചിട്ടുണ്ട് എങ്കിലും ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ അതിലേക്ക് എങ്ങനെ അത് അപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ആ ടൈമിൽ നമ്മൾ ചിന്തിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുക മാത്രമേ വഴിയുള്ളൂ. എത്രമാത്രം ക്വസ്റ്റ്യൻ നിങ്ങൾ ആൻസർ ചെയ്യുന്നു അത്രമാത്രം നിങ്ങളുടെ വിന്നിംഗ് ചാൻസ് കൂടുതലാണ് എന്ന് ഞാൻ പറയുള്ളൂ. എത്രമാത്രം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആൻസർ ചെയ്യുന്നോ അത്രയും മാത്രം നിങ്ങളുടെ എന്താണ് വിജയ സാധ്യത കൂടുതലാണ്. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഏത് തന്നെയാ? PYQ പ്രാക്ടീസ് തന്നെയാണ്. അപ്പൊ ഏതൊരു ദിവസം നിങ്ങളിപ്പോ ഇന്ന് തൊട്ട് നിങ്ങളുടെ സ്റ്റഡി സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് ആ ഫസ്റ്റ് ഡേ തന്നെ എന്താ, നിങ്ങൾ വായിക്കുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആൻസർ ചെയ്ത് തന്നെ പോകണം. എല്ലാ ദിവസവും എന്താണ്, കുറച്ച് ടൈം, എല്ലാ ദിവസവും ഒരു 1 to 2 hours നിങ്ങൾ എന്താണ് ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ വേണ്ടി തന്നെ നിങ്ങൾ മാറ്റി വെക്കണം. കാരണം അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിന്റെ ഇഫക്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ പോകുന്നത് എപ്പോഴാണെന്ന് അറിയാമോ? അടുത്ത സ്റ്റെപ്പാണ് മോക്ക് എക്സാം. നിങ്ങൾ എന്താണ്, തീർച്ചയായിട്ടും നിങ്ങൾ ഈ പറയുന്ന സബ്ജക്ട്സ് എല്ലാം നോക്കി കഴിയുമ്പോൾ നിങ്ങൾ മോക്ക് എക്സാംസ് അറ്റൻഡ് ചെയ്യണം, മോഡൽ എക്സാംസ് അറ്റൻഡ് ചെയ്യണം. അപ്പൊ ഈ മോഡൽ എക്സാംസ് അറ്റൻഡ് ചെയ്യുന്ന ടൈമിലാണ് ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആൻസർ ചെയ്തതിന്റെ ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അപ്പൊ എന്താണ്, ഈ പറയുന്ന മോക്ക് എക്സാംസിന്റെ സ്പീഡ് അല്ലെങ്കിൽ കറക്റ്റ് ആ ടൈം ഫ്രെയിമിനുള്ളിൽ ആ എക്സാം നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്ത് തീർക്കാനായി സാധിക്കുന്നതായിട്ട് നിങ്ങൾക്ക് പറ്റും. ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാത്ത ഒരാളും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്ത ഒരാളും രണ്ടുപേരും മോക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അവർക്ക് എടുക്കുന്ന ടൈം നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്താ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്ത് പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തി മാത്രമായിരിക്കും കറക്റ്റ് ഫ്രെയിമിനുള്ളിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പൊ ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവുന്നത് എപ്പോഴാ? മോക്ക് എക്സാംസ് അറ്റൻഡ് ചെയ്യുമ്പോൾ തന്നെയാണ്. മോക്ക് എക്സാംസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത് വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു ടൈം ഫ്രെയിം എടുത്തിട്ടല്ല. നിങ്ങൾക്ക് എക്സാമിന് എത്ര മണിക്കൂറാണോ നിങ്ങൾക്ക് കിട്ടുന്നത് അത്രയും ടൈം തന്നെ വെച്ചുകൊണ്ട്, ഒരു സ്റ്റോപ്പ് വാച്ച് ഒക്കെ വെച്ചുകൊണ്ട് ഇതേപോലുള്ള OMR ഷീറ്റുകൾ നമുക്ക് ഓൺലൈനായിട്ട് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. അത് ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് ഔട്ട് എടുത്ത് നിങ്ങൾ എക്സാം ഹാളിൽ എങ്ങനെയാണോ ആ എക്സാമിനെ അപ്രോച്ച് ചെയ്യാൻ പോകുന്നത് അതേപോലെ അതേ ടൈം ഫ്രെയിമിൽ ഇരുന്നു കൊണ്ട് തന്നെ ഈ എക്സാം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. മോഡൽ എക്സാംസ് അത് വളരെ യൂസ്ഫുൾ തന്നെയാണ്. ടുവേർഡ്സ് ദി എൻഡ് ഓഫ് ദ എക്സാം ഒക്കെ ആകാറാവുന്ന ആ ഒരു ടൈമിലേക്ക്
ഏറ്റവും കൂടുതൽ മോക്ക് എക്സാംസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യാനായി ശ്രമിക്കുക. അത് ഈ പറയുന്ന കേറ്റഡ് എക്സാം ഏത് തന്നെ ആയിക്കോട്ടെ, കാറ്റഗറി 1, 2, 3, 4 ഏത് തന്നെ ആയിക്കോട്ടെ, അത് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ വളരെ യൂസ്ഫുൾ ആയിരിക്കും ഈ മോക്ക് എക്സാംസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കാരണം ഇത്തരത്തിലുള്ള മോക്ക് എക്സാംസ് അറ്റൻഡ് ചെയ്യുമ്പോൾ യൂസ് ഞാൻ പറഞ്ഞത് വലിയ ക്വസ്റ്റ്യൻസ് ഒക്കെ വരും. ഈ കഴിഞ്ഞ നമ്മുടെ K3 നാച്ചുറൽ സയൻസിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ട ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ജനറ്റിക്സിന്റെ ഭാഗത്ത് നിന്ന് വന്നതാണ്. നോക്കിയേ, ജീൻ ഫോർ ജീൻ ഹൈപ്പോത്തസിസ് ഓഫ് ഫ്ലോർ, ആ ഒരു ഭാഗത്ത് നിന്നും ചോദിച്ചിട്ടുള്ള ഒരു കുറച്ച് വായിച്ച് മനസ്സിലാക്കി ടൈം കൺസ്യൂമിംഗ് ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പൊ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഈ ചെറിയ ടൈമിനുള്ളിൽ ആൻസർ ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ അപ്പൊ ആദ്യം നിങ്ങൾ എന്താ ഈ വലിയൊരു ക്വസ്റ്റ്യൻ വായിക്കണം. ഈ വലിയൊരു ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ഈ ബോക്സിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് എന്ന് നോക്കണം. അപ്ലൈ ചെയ്തതിന് ശേഷം വേണം നിങ്ങൾ ഓപ്ഷനിലേക്ക് പോകാൻ. അപ്പൊ അത്രയും ഡിഫറെന്റ് സ്റ്റെപ്സ് നിങ്ങൾക്ക് ഇവിടെ ഫോളോ ചെയ്യേണ്ടതായിട്ട് വരുന്നു. തീർച്ചയായും ഇതൊരു ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കറക്റ്റ് ടൈമിനുള്ളിൽ ആൻസർ ചെയ്ത് തീർക്കാൻ പറ്റണം. ആൻഡ് ഓൾസോ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ശരിക്കും നിങ്ങളുടെ റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. നിങ്ങളെ ഈ ഒരു ക്രാക്ക് ചെയ്യിക്കുന്നതിലേക്ക് എത്തിക്കുന്നത് എന്താണ്? ഇത്തരത്തിലുള്ള ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കൂടി നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുമ്പോഴാണ് നിങ്ങൾക്ക് കുറച്ചും കൂടി സന്തോഷം വരിക. കാരണം ഈ ഒരു ടോപ്പിക് ഞാൻ കുറച്ച് ഡീപ്പായിട്ട് പോയിട്ടുണ്ടല്ലോ, എനിക്ക് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ വരെ ആൻസർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടല്ലോ എന്നൊരു സന്തോഷം നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് SCRT ഒരു ബേസ് ഉണ്ടാവണം. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നിങ്ങൾ ആൻസർ ചെയ്തിട്ടുണ്ടാവണം. കൂടാതെ മോക്ക് എക്സാംസ് നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവണം. എങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള ടൈം കൺസ്യൂമിംഗ് ക്വസ്റ്റ്യൻസ് കൂടി നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് വരാനിരിക്കുന്ന കേറ്റഡ് എക്സാം എങ്ങനെ ഫോളോ അല്ലെങ്കിൽ എങ്ങനെ ക്രാക്ക് ചെയ്യണം എന്ന് ഓർത്ത് നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ട. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നമുക്ക് ഒരു കേറ്റഡിന്റെ പുതിയൊരു ബാച്ച് കാറ്റഗറി 1, 2, 3, 4 എല്ലാ എക്സാംസിന് വേണ്ടിയിട്ടുള്ള ബാച്ചുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ബാച്ചിലേക്ക് നിങ്ങൾ എത്രയും വേഗം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നു അത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് സിലബസ് കംപ്ലീറ്റ് ചെയ്യാം. എത്രയും പെട്ടെന്ന് സിലബസ് കംപ്ലീറ്റ് ചെയ്താൽ എത്രയും പെട്ടെന്ന് റിവിഷൻസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നിങ്ങൾ എത്രമാത്രം റിവൈസ് ചെയ്യുന്നു എന്നുള്ളതിലാണ് നിങ്ങളുടെ ആ ഒരു വിന്നിങ് ആ ഒരു സ്ട്രാറ്റജി ഉള്ളത്. അപ്പോൾ നമ്മൾ കണ്ടന്റ് വായിച്ച് പോയാലും നിങ്ങൾ ആദ്യം നോക്കിയ കണ്ടന്റ്സ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നത് ആ എക്സാം ആകാറാവുമ്പോഴാണ്. അതിൽ നമുക്ക് തീർച്ചയായിട്ടും റിവിഷൻ ടൈം നമുക്ക് വേണം. കൃത്യമായൊരു ടൈം ഫ്രെയിം റിവിഷന് വേണ്ടി മാറ്റി വയ്ക്കുക തന്നെ വേണ്ടേ? അപ്പൊ ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ പറയുന്ന അടുത്ത കേറ്റഡ് എക്സാം ക്രാക്ക് ചെയ്യാനുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അടുത്ത എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതിനുവേണ്ടി നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു ലോങ് ടേം ബാച്ച് ആണ്. ഇഷ്ടംപോലെ ടൈം ഉണ്ട്. പതിയെ ഇരുന്ന് നമുക്ക് ഈ പറയുന്ന റെക്കോർഡഡ് ക്ലാസ്സസും ലൈവ് ക്ലാസ്സസും നോട്ട്സും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ നമുക്ക് മോക്ക് എക്സാംസ് ഉണ്ട്, മോഡൽ എക്സാംസ് ഉണ്ട്. അതെല്ലാം അറ്റൻഡ് ചെയ്തുകൊണ്ട് ഈ വരാനിരിക്കുന്ന കേറ്റഡിന്റെ എക്സാം നമുക്ക് പാസ് ചെയ്യാം. നോക്കിക്കേ, നമ്മുടെ കയ്യിൽ ഇത്രയും അധികം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അത് നമ്മളെ കാറ്റഗറി 1, കാറ്റഗറി 2, കാറ്റഗറി 3, കാറ്റഗറി 4 അതേപോലെ തന്നെ സൈക്കോളജി സ്പെഷ്യൽ ആയിട്ട് ആ ഒരു സബ്ജക്റ്റിന് വേണ്ടി മാത്രം നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് സോർട്ട് ചെയ്ത് ഇത്രയും അധികം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇത് മാത്രമല്ല ബാക്കിയുമുണ്ട്. അപ്പൊ ഇത്രയും അധികം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വച്ചുകൊണ്ടാണ് നമ്മുടെ ക്ലാസ്സസ് പോകുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എത്രമാത്രം ആൻസർ ചെയ്യുന്നു അത്രയും നിങ്ങൾക്ക് ഈസി ആയിരിക്കും ഇത് ക്രാക്ക് ചെയ്യാൻ. അപ്പോൾ ഇത്രയും അധികം സോഴ്സുകൾ വെച്ചുകൊണ്ടാണ് നമ്മുടെ ക്ലാസ്സുകൾ മുന്നോട്ട് പോകാൻ പോകുന്നത്. അതുകൊണ്ട് താല്പര്യമുള്ള എല്ലാവരും മുകളിൽ കാണുന്ന ബോർഡ് നമ്പറിൽ എത്രയും വേഗം കോൺടാക്ട് ചെയ്യുക, നിങ്ങളുടെ സീറ്റുകൾ ബുക്ക് ചെയ്യുക. ഇനി നമ്മുടെ ഈ K3 നാച്ചുറൽ സയൻസ് എക്സാമിന് നമ്മളെ ഈ ഒരു എക്സാമിന്റെ ആ ഒരു വിന്നിങ്ങിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന ടീച്ചേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കിയേ. നിങ്ങൾക്ക് ഇംഗ്ലീഷ് വരുന്നുണ്ട്, സബ്ജക്ട് ലാംഗ്വേജ് വരുന്നുണ്ട്, ഒപ്പം തന്നെ നമ്മുടെ സബ്ജക്ട് വരുന്നുണ്ട് അല്ലെ, ആൻഡ് സൈക്കോളജി വരുന്നുണ്ട്. ഇത്രയുമാണ് കാര്യങ്ങൾ വരുന്നത്. നോക്കിക്കേ, നിങ്ങളുടെ ഇംഗ്ലീഷിൽ ഹെൽപ്പ് ചെയ്യാനായിട്ട് ശ്രീകല മിസ്സും ഉണ്ട്, ശാന്തിനി മിസ്സും ഉണ്ട്. മലയാളം നിങ്ങളുടെ എല്ലാവരുടെയും കണ്ടു പരിചിതമായ മുഖം രേവതി മിസ് ഉണ്ട് അല്ലെ. പിന്നെ നമ്മുടെ നാച്ചുറൽ സയൻസ് നമ്മുടെ സബ്ജക്റ്റിന് വേണ്ടിയിട്ട് പ്രമദ മിസ് ഉണ്ട്, ഞാനുണ്ട്, അഖില മിസ് ഉണ്ട്, സ്വാഗി മിസ് ഉണ്ട്. അതുകൂടാതെ സൈക്കോളജിക്ക് വേണ്ടിയിട്ട് ധന്യ മിസ്സും ഉണ്ട്. അപ്പൊ ഇത്രയും വലിയൊരു ഫാക്കൾട്ടി സെറ്റാണ് ഇവിടെ വെൽ എക്യുപ്ഡ് ആയിട്ടുള്ളൊരു ടീമാണ് ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നത്. അതുകൊണ്ട് ഒട്ടും സംശയിക്കേണ്ട, ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ ബാച്ചിൽ ജോയിൻ ചെയ്യാം. ആ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി. നമുക്ക് ഇതിനു മുൻപ് നടന്നിട്ടുള്ള 2024 ഏപ്രിൽ നടന്നിട്ടുള്ള കേറ്റഡിന്റെ എക്സാമിന്റെ ഒരു റിസൾട്ട്
പോലത്തെ ഷീറ്റാണ് നിങ്ങൾ ഈ കാണുന്നത്. കണ്ടോ, ഇത്രയും അധികം എന്താണ് റിസൾട്ടുകൾ വാരിക്കൂട്ടാനായിട്ട് നമ്മുടെ സിസിക്ക് സാധിച്ചിട്ടുണ്ട് എങ്കിൽ അത് നമ്മുടെ ക്ലാസിന്റെ ക്വാളിറ്റി തന്നെയാണ്. നമ്മൾ അവർക്ക് കൊടുക്കുന്ന കണ്ടന്റിന്റെ ക്വാളിറ്റിയാണ്, നമ്മുടെ സ്ട്രാറ്റജീസിന്റെ പ്രത്യേകതയാണ്, നമ്മൾ കൊടുക്കുന്ന മോക്ക് എക്സാംസിന്റെ പ്രത്യേകതയാണ്, നമ്മൾ കൊടുക്കുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പ്രാക്ടീസിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിന്റെ എല്ലാത്തിന്റെയും പ്രത്യേകതകളാണ് ഇത്രയും അധികം റാങ്കുകൾ നമുക്ക് വാരിക്കൂട്ടാൻ സാധിച്ചത്. ടു ബി കണ്ടിന്യൂഡ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഇനിയും ഈ ഒരു വിജയഗാഥ ഇതേപോലെ തന്നെ മുന്നോട്ട് പോകും. അപ്പൊ ഈ ഒരു എന്താ പറയാ വലിയ വെഞ്ചറിന്റെ ഭാഗമാകാൻ നിങ്ങൾക്കും താല്പര്യമുണ്ട് എങ്കിൽ എത്രയും വേഗം നമ്മുടെ ബോർഡ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക, നിങ്ങളുടെ സീറ്റുകൾ ബുക്ക് ചെയ്യുക. അപ്പൊ ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഇനിയും നിങ്ങളിലേക്ക് എത്താനായിട്ട് നമ്മുടെ ചാനൽ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അതേപോലെ തന്നെ എന്തെങ്കിലും നമുക്ക് ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോന്റെ താഴെ കമന്റ് ആയിട്ട് കൂടി രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്